കേരളത്തിൽ ഇന്ന് പണിമുടക്ക് ഭാഗികമാണ്. ട്രെയിൻ തടഞ്ഞത് റെയിൽ ഗതാഗതം താറുമാറാക്കി. പമ്പയിലേക്ക് മാത്രമാണ് KSRTC സർവീസ് നടത്തിയത്. തിരുവനന്തപുരത്ത് ഇന്ന് പണിമുടക്ക് ഭാഗികമാണ്. അങ്ങായിട്ട് കടകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചാലക്കമ്പോളം ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. രാവിലെയും സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞത് ഇന്നും ട്രെയിൻ ഗതാഗതം താറുമാറാക്കി. തിരുവനന്തപുരം സെൻട്രലിൽ രാവിലെ സമരക്കാർ വേണാട് ശബരി എക്സ്പ്രസുകൾ തടഞ്ഞു. 40 മിനിറ്റ് വൈകിയാണ് ട്രെയിനുകൾ പുറപ്പെട്ടത്. KSRTC പമ്പയിലേക്ക് മാത്രമാണ് ഇന്നും സർവീസ് നടത്തുന്നത്. സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൊതുപണിമുടക്കം എന്നത് അക്രമമല്ല, ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് പൊതുപണിമുടക്കം. തൊഴിലാളി വർഗത്തിന് ഗത്യന്തരമില്ലാതെ വരുമ്പോഴാണ് പൊതുപണിമുടക്കം നടത്തുന്നത്. എത്ര പേർ പണിമുടക്കി, പങ്കാളിത്തം എന്ത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് പണിമുടക്കത്തിന്റെ വിജയം തീരുമാനിക്കുന്നത്. കോട്ടയം ജില്ലയിൽ പണിമുടക്ക് രണ്ടാം ദിവസവും ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സ്വകാര്യ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല. നഗരത്തിൽ സർവീസ് നടത്തിയ ടാക്സി വാഹനങ്ങൾ സമരക്കാർ തടഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ വേണാട് എക്സ്പ്രസും കോട്ടയത്ത് ശബരി എക്സ്പ്രസും സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. കുമരകമടക്കമുള്ള ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെയും പണിമുടക്ക് ബാധിച്ചു. കൊച്ചിയിലെ പണിമുടക്ക് പൂർണ്ണമാണ്. വ്യവസായ മേഖലയെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടാണ് കൊച്ചിയിൽ പണിമുടക്ക് പുരോഗമിക്കുന്നത്. 80% കടകളും അടഞ്ഞുകിടന്നു. രണ്ടിടത്ത് സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞു. കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളിലെ ഹാജർ നില ഇന്നും കുറവാണ്. ഓട്ടോ ടാക്സികൾ ഭാഗികമായി സർവീസ് നടത്തി. കോഴിക്കോട് മിഠായി തെരുവിൽ ഇന്ന് കൂടുതൽ കടകൾ തുറന്നു. നഗരത്തിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി. കൊയിലാണ്ടിയിൽ തുറന്ന കടകൾ സമരക്കാർ അടപ്പിച്ചു. കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതും കടകൾ തുറന്നതും ജനജീവിതം കോഴിക്കോട് സുഗമമാക്കി. സനൂപിനും ആസിഫ് മുഹമ്മദിനുമൊപ്പം PL കിരൺ, മീഡിയ 1 കോഴിക്കോട്.